ഹായ് ഹലോ നമസ്കാരം, ഞാൻ മായവി. മഞ്ജു ചേച്ചി, എൻ്റെ വീട്ടിലൊരു വലിയ വിഷയം നടക്കുന്നുണ്ട്. സിജി ദാമോദരൻ, എൻ്റെ കെട്ടിയോൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിനക്ക് ഇതേ പറയാനുള്ള, എപ്പോ വന്നാലും കെട്ടിയോൻ കേട്ട് കേട്ട് മടുത്തെന്ന്. 4 മിനിറ്റ് കേൾക്കുന്ന നിങ്ങൾക്ക് മടുത്തെങ്കിൽ 5 വർഷമായിട്ട് കൂടെ ജീവിക്കുന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മനുഷ്യൻ നാട്ടിലെ വീട്ടിലെ മാത്രമല്ല വിഷയം, യൂട്യൂബ് കമന്റ് വരെ വിഷയമാണ്. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ സ്റ്റാൻഡപ്പിന് താഴെ ഒരു ചേച്ചി ഒന്ന് കമന്റ് ഇട്ടേക്കുക, നീ നിന്റെ ഭർത്താവിനെ വിറ്റല്ലേടി ജീവിക്കുന്നതെന്ന്. എന്റെ സ്ഥാപിച്ചാട്ടെ ഭർത്താവിനോട് ഒരു ഭാര്യ എന്ന് വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്ന നേരം വെളുക്കുമ്പം ഞാനൊരു ചണച്ചാക്കും എടുത്ത് എൻ്റെ അമ്മയും അച്ഛനും അമ്മായിച്ചനെ എല്ലാം വാരിയിട്ട് ഫുട്പാത്തിൽ കൊണ്ട് അങ്ങോട്ട് തട്ടിയിട്ടിട്ട് 5, 10, 15 എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുവാണെന്നാ. കണ്ടവന്റെ ഭർത്താവല്ല, എൻ്റെ കണ്ടന്റാണ് ഭർത്താവ്. ഈ തവണ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു എൻ്റെ കണ്ടന്റ് കെട്ടിയവനാന്ന്. ഇത് കേട്ടപ്പോൾ ചായ ഒടിച്ചോണ്ടിരുന്ന എൻ്റെ അമ്മായിച്ചൻ ചാടി എഴുന്നേറ്റ്, ഓ ഞാൻ വാഴയ്ക്ക് വെള്ളം ഒഴിച്ചില്ലെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അമ്മായിയമ്മയാണെങ്കിൽ എൻ്റെ വാഴ വിറ്റ് നിനക്ക് എൻ്റെ മോനെ നിനക്ക് വിറ്റ് മതിയായില്ലേടി എന്നുള്ള ഭാവത്തിൽ എൻ്റെ അടുത്ത് വന്ന്, നിന്റെ കെട്ടിയവനെ മാത്രമല്ല, വേണമെങ്കിൽ എൻ്റെ കെട്ടിയവനെയും കൂടി വിറ്റോ, കളറാവട്ടെ എന്ന് പരിപാടി. എന്നിട്ട് വിറ്റിലിരിക്കുന്ന അപ്പൂപ്പൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് പാവം നേരത്തെ അങ്ങ് പോയി, വേണേ കുറച്ച് കോമഡിയിലൊക്കെ ചേർക്കാൻ. ഈ മനുഷ്യൻ്റെ ഒക്കെ ചരിത്രം എടുത്താലുണ്ടല്ലോ നസീർക്ക, കോമഡിയിലല്ല, ഞാൻ വല്ല ക്രോമിലും കൊണ്ട് ചേർക്കേണ്ടി വരും. എൻ്റെ സ്റ്റാൻഡപ്പ് കണ്ടിട്ട് ചിരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അതെൻ്റെ കെട്ടിയവനാ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസത്തേക്ക് മഴവിൽ TV പോലും വീട്ടിൽ വെക്കൂല. എന്തിനാ? മഴ പെയ്താൻ്റെ മുറ്റത്തൂല ഇറക്കത്തില്ല, ഞാൻ മഴവില്ല് കാണുമെന്നും വെച്ച്. എങ്കിൽ ATM കൗണ്ടറിലെ TV-യിൽ അക്കൗണ്ട് ബാലൻസ് 50,000 ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പുള്ളി വെള്ളം എടുത്ത് അണ്ണാക്കിൽ ഒഴിച്ചിട്ട് തുപ്പിയിട്ട് വരെ എന്നെ മഴവില്ല് കാണിക്കും. ഈ പൈസ മേടിച്ചെടുക്കണ്ടേ? സ്വന്തമായിട്ട് ഗവൺമെന്റ് ജോലി നോക്കുന്ന പയ്യനാ എന്നും പറഞ്ഞാ ബ്രോക്കർ കല്യാണം നടത്തി വെച്ചത്. എന്നിട്ട് ഇടയ്ക്ക് പറയും, എടി എനിക്ക് പട്ടാളത്തിൽ പോകാനായിരുന്നു താല്പര്യമൊന്നും. കറക്റ്റാ കേട്ടോ. പിന്നെ പലിശക്കാർ ഫ്രണ്ടിലെ ഡോറി തട്ടുമ്പോൾ പട്ടാളക്കാരൻ ഞൊഴഞ്ഞ് അടുക്കള വഴി പോകുന്നതാണ്. എന്നിട്ട് എന്നോട് പറയും, എനിക്ക് ഈ രാജ്യം സംരക്ഷിക്കണമെന്ന്. മഴ പെയ്ത ഇങ്ങാരുടെ ഷഡ്ജ മുറ്റത്തുനിന്ന് സംരക്ഷിക്കണമെങ്കിൽ ഞാൻ എടുത്തു വെക്കണം. ഈ മനുഷ്യനാണ് നാട് സംരക്ഷിക്കാൻ പോകുന്നത്. പണിയെടുത്തില്ല വേണ്ടില്ല, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് തീർക്കാം. കേൾക്കണം, ഞങ്ങളുടെ പറമ്പ് കളയ്ക്കാൻ വരുന്നൊരു ബംഗാളി നമ്മുടെ മമ്പർച്ചേരിയുടെ സ്ഥിരം പ്രേക്ഷകനാ, എൻ്റെ ഒരു വലിയ ഫാനാ. കഴിഞ്ഞിടയ്ക്ക് ഞാനും കെട്ടിയനോട് വന്നപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ചേച്ചി ഭയങ്കര ചൂട്, വെയില്, പണിയെടുക്കുമ്പോൾ മടുപ്പാ, പിന്നെ രാത്രി ചെന്നിട്ട് ചേച്ചിയുടെ വീഡിയോ കാണുമ്പോഴേ റിലാക്സേഷൻ മതിയല്ലോ. അവൻ ഞങ്ങളുടെ പറമ്പല്ല, കൂത്താട്ടോളം പഞ്ചായത്തിൽ ഒരു പറമ്പിലും പണിയെടുക്കാൻ ഇങ്ങനെ സമ്മതിച്ചിട്ടില്ല. ഈ മനുഷ്യൻ പണിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നോണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞിടയ്ക്ക് ഒരു ക്യാമറയും തൂക്കിയിട്ട് വെറൈറ്റി ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവാന്ന്. കാണുന്ന കപ്പിൾസിനൊക്കെ പിടിച്ച് വെറൈറ്റി ഫോട്ടോസാ. എൻ്റെ വീടിന് അപ്പുറത്തൊരു 2 വീടിനപ്പുറത്തൊരു ചേട്ടൻ മരിച്ചു, മത്തായി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ മരണചടങ്ങിന് എൻ്റെ കെട്ടിയവനെ ഫോട്ടോ എടുക്കാൻ പോയെ. അവിടെ ചെന്ന് മത്തായച്ചന് അന്ത്യചുംബനം കൊടുക്കുന്ന അന്നമ്മ ചേട്ടത്തിയോട് ഈ മനുഷ്യൻ ഒതുക്കത്തി പറയുക, അന്നമ്മ ചേച്ചിയെ ചെറിയൊരു ലിപ്ലോട്ട് കടിക്കുക, നമുക്ക് വെറൈറ്റി ഫോട്ടോ എടുക്കാം. പിന്നെ മത്തായച്ചേട്ടൻ്റെ മക്കള് പിടിച്ച് എന്നും പറഞ്ഞ് എൻ്റെ മുറ്റത്ത് കൊണ്ടിട്ടു പോയി. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ കുറ്റം പറയാം. ഇല്ല, ഞാൻ സർപ്രൈസ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ 11:45 ആരോടും പറയാതെ 2 വീലർ എടുത്ത് കൂത്താട്ടോളം ബേക്കറി പോയി കേക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പം ഭയങ്കര സർപ്രൈസ്. അമ്മായിച്ചനും അമ്മായിയമ്മ ഇങ്ങാരും നാട്ടുകാരോട് മുറ്റത്ത് അലറി വിളിച്ച അമ്മായിയമ്മ എന്നോട് പറയാ, എൻ്റെ സുന്ദരനായ മോനെ ഉറക്കി കിടത്തിയിട്ട് നീ ഏത് രാമനാഥനെ കാണാൻ പോയതായിരുന്നു നാഗവല്ലിന്ന്. അതോടെ എൻ്റെ ആ സർപ്രൈസ് തുടങ്ങി. പക്ഷെ പുള്ളി എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന കേട്ടോ. രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചുണർത്തിയിട്ട് എഴുന്നേപ്പിച്ച് എൻ്റെ കണ്ണ് കൊത്തിയിട്ട് പറഞ്ഞ്, മായെ നീ ആ ഭിത്തിയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ. ഞാൻ നോക്കില്ല, പക്ഷെ ഞാൻ കുറച്ചേരം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേണ്ടടാ അമ്മുമ്മയുടെ ചുണ്ണാമ്പെടുത്ത് വെച്ച് ഭിത്തി എഴുതി വെച്ചിരിക്കുന്ന മഞ്ജു ചേച്ചി ഹാപ്പി ബർത്ത്ഡേ മായാവിന്ന്. എന്നിട്ടൊരു 3 സ്മൈലിയും ചോദിച്ച പറയാ, നിനക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതിലല്ലേടി കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് സർപ്രൈസോട് സർപ്രൈസ്. എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് ഫുഡ് മേടിച്ചു തരുന്ന, എനിക്കില്ലാത്ത സർപ്രൈസ് ഇല്ല. ഒരു ദിവസം വീട്ടിലെ മുറ്റത്തൊരു ബഹളം കേട്ട് നസീർക്ക. ഞാൻ ചെന്നപ്പം വട്ടിപ്പലിശക്കാരെല്ലാം കൂടെ പടുതയും വലിച്ചു കെട്ടി കസേരയിട്ട് ഇരിക്കും, ഇങ്ങാരി സർപ്രൈസ് എന്ന എൻ്റെ ചെലവ് ഞാൻ തിരിച്ചു കൊടുക്കാൻ. അവസാനം ഈ മാലയും വളയെല്ലാം പെറുക്കിയിട്ട് വിറ്റ് ഞാൻ കൊടുത്തു. എന്നാലും അങ്ങാർ ഇപ്പോഴും പറയുന്നത് അങ്ങാർക്ക് സങ്കല്പത്തിലുള്ള പെണ്ണിനെ കിട്ടിയില്ലെന്ന്. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും എൻ്റെ ഈ ഭർത്താവിൻ്റെ കുറ്റം പറിച്ചില്ല. ഇല്ല, ചില സമയത്ത് ഭയങ്കര റൊമാൻസാ. എൻ്റെ വീട്ടിലുണ്ടല്ലോ ഈ TV-യിൽ നായക ഇങ്ങനെ എടുത്ത് കറക്കുന്ന സീനൊക്കെ വരുമ്പോൾ പുള്ളി പതിയെ ഇങ്ങനെ വരും എന്നെ ഒന്ന് എടുത്ത് കറക്കാനൊക്കെ. എന്നെ കറക്കാനൊരു പ്ലാൻ ഇട്ട് കറങ്ങുന്ന സമയത്ത് ഒരു 30 കറക്കം കറങ്ങും എൻ്റെ അമ്മായിയമ്മ ആ ഹാളിൽ മൊത്തത്തിൽ. പിന്നെ ഈ കറങ്ങി കിടക്കുന്ന പെണ്ണുമ്പിളെ ഞങ്ങൾ രണ്ടുകൂടെ എടുത്തിട്ട് വേണം അകത്തുകൊണ്ട് കിടത്താൻ. പിന്നെ എൻ്റെ ഒരു ആശ്വാസത്തിന് ഇടയ്ക്ക് ഞാൻ വെറുതെ പെരക്കി ചുറ്റും കറങ്ങേണ്ടി വരും. ഇനി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, സാബു ചേട്ടൻ അക്ഷരം തെറ്റാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞും ഞാൻ ആരെങ്കിലും എടുത്ത് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കെട്ടിയൻ്റെ അടുത്തായിരിക്കും. പക്ഷെ ഇപ്പോഴും അങ്ങനെ മൂക്ക് എവിടെയെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറയാണ്,
കണ്ടവന്റെ ഭർത്താവല്ല, എൻ്റെ കണ്ടന്റാണ് എൻ്റെ ഭർത്താവ്.